ഈ ചാപ്റ്ററിൽ ടാൻജൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം, ടാൻജൻസ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഞാനൊരു സർക്കിൾ എടുക്കുകയാണ്. ഓക്കെ, ദിസ് ഈസ് എ സർക്കിൾ. അതിന് സെൻറ്റർ ഉണ്ടാവും അല്ലേ? എല്ലാ സർക്കിളിനും സെൻറ്റർ ഉണ്ടാവും. ഓക്കെ, സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് സർക്കംഫറൻസിലേക്ക് ഒരു ലൈൻ വരച്ചു. അതിന് നമ്മൾ എന്താ പറയുക? റേഡിയസ്. അപ്പോൾ ഇത് റേഡിയസ് ആണ്. ഈ റേഡിയസ് ഇങ്ങനെയാകാം, 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 എവിടെ വേണമെങ്കിലും ആകാം. സെൻറ്ററിൽ നിന്ന് അതിൻ്റെ സർക്കംഫറൻസിലേക്കൊരു ലൈൻ, ദാറ്റ് ഈസ് റേഡിയസ്. ഇനി അടുത്തത് ഡയമീറ്റർ എന്താണ്? ഒരു സർക്കിളിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്കുള്ള ലൈൻ അല്ലേ? പക്ഷേ ആ ലൈൻ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യണം. അതാണ് കണ്ടീഷൻ. ഇങ്ങനെ വെച്ചാൽ ഡയമീറ്ററാണ്, ഇങ്ങനെ വെച്ചാലാണ്, ഇങ്ങനെ വെച്ചാൽ ഡയമീറ്ററാണ്, എങ്ങനെ വെച്ചാലും ഡയമീറ്ററാണ്. ഓക്കെ, ഈ ഡയമീറ്റർ തന്നെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നില്ലെങ്കിലോ? ഫോർ എക്സാമ്പിൾ ഈ ഡയമീറ്റർ ഇവിടെയാണെങ്കിലോ? ഇതിനെ നമ്മൾ കോഡ് എന്ന് പറയും. അപ്പോൾ കോഡ് ഒരു സർക്കിളിൻ്റെ രണ്ട് പോയിന്റ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെൻ്റ് ആണ് കോഡ്. ഓക്കെ, ഇനി ഈ കോഡ് തന്നെ ഇവിടെ ആകാം, ഇവിടെ ആകാം, ഇവിടെ ആകാം, ഇങ്ങനെ ആകാം, ഇങ്ങനെ ആകാം, എങ്ങനെയാണെങ്കിലും ആകാം. ഓക്കെ, ഇനി ഈ കോഡ് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യണം ആ സൈഡിലേക്കും ഈ സൈഡിലേക്കും. അപ്പോൾ നമ്മളതിനെ സീക്കൻറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിനെ സീക്കൻറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു സീക്കൻ്റാണ്, ഇതൊരു സീക്കൻ്റാണ്, ഇതൊരു സീക്കൻ്റാണ്, ഇതൊരു സീക്കൻ്റാണ്, എങ്ങനെയുള്ളതാകാം. ഓക്കെ, ഇനി ടാൻജൻ്റ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. നോക്കിക്കോട്ടെ. ഫോർ എക്സാമ്പിൾ ഈ സർക്കിളിൽ ഞാൻ ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു. ഈ പോയിൻ്റ് എടുത്തു. ഈ സർക്കിളിൻ്റെ പുറത്ത് നിന്നിട്ട് ഒരു ലൈൻ ഈ പോയിന്റിൽ കൂടെ ഞാനിങ്ങനെ വരച്ചു. ഈ പോയിന്റിനെ ടച്ച് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇതിനെയാണ് ആക്ച്വലി ടാൻജൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? സർക്കിളിൻ്റെ സർക്കംഫറൻസിലുള്ള ഒരു പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റ്, അതിലൂടെ പാസ് ചെയ്തു പോകുന്ന ലൈനാണ് എന്ത്? ടാൻജൻറ്റ്. അപ്പോൾ ടാൻജൻറ്റ് എവിടേക്ക് വരാം? ഇവിടെ വരാം, ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, എങ്ങനെ വേണമെങ്കിലും വരാം. ഏതെങ്കിലും ഒരു പോയിന്റ്, ഒരു സിംഗിൾ പോയിന്റിൽ കൂടെ ആയിരിക്കണം ടച്ച് ചെയ്ത് പോകേണ്ടത്. അതേസമയം ഇത് ടാൻജൻ്റ് ആണോ? അല്ല, ഇത് നമ്മൾ സീക്കൻറ്റ് എന്നാണ് പഠിച്ചത്. രണ്ട് പോയിന്റ് കൂടെ കണക്ട് ചെയ്തിട്ട് പാസ് ചെയ്ത് പോവുകയാണ്. സോ അതല്ല, ഇത് ഒരു പോയിന്റിൽ കൂടെ ടച്ച് ചെയ്ത് പോകുന്നു. ടച്ച് ചെയ്ത് പോകുന്നു എന്നുള്ള വേർഡിൽ നിന്നാണ് ടാൻജൻറ്റ്, ടച്ച് എന്നുള്ള വേർഡിൽ നിന്നാണ് ടാൻജൻറ്റ് ഡിറൈവ് ചെയ്തത്. ഓക്കെ, ഇനി ഞാനൊരു സർക്കിൾ എടുക്കുകയാണ്. ഓക്കെ, സർക്കിൾ. ഈ പോയിന്റിൽ ഞാനൊരു ടാൻജൻറ്റ് വരയ്ക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ പോയിന്റിൽ എനിക്ക് എത്ര ടാൻജൻറ്റ് സെയിം പോയിന്റിൽ കൂടെ വരയ്ക്കാൻ പറ്റും? സെയിം പോയിന്റിൽ കൂടെ ഞാൻ നോക്കാം. ഇങ്ങനെ വരച്ചു, ടാൻജൻ്റ് അല്ല, കാരണം ഇവിടെയും ടച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരച്ചു, പറ്റില്ല. നമുക്ക് ഒരു സർക്കിളിൻ്റെ ഒരു പോയിന്റിൽ ഒരു ടാൻജൻറ്റേ വരയ്ക്കാൻ പറ്റുള്ളൂ. അത് ഒന്നാമത്തെ തിയറം, അത് മനസ്സിലാക്കുക. ഇനി ഒരു പോയിന്റിൽ ഒരു ടാൻജൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉണ്ടാവുള്ളൂ. ഇനി സർക്കിളിൽ മൊത്തത്തിലായിട്ട് എനിക്ക് എത്ര ടാൻജൻറ്റ് വരയ്ക്കാം? ഈ പോയിന്റ് എടുക്കാം, ഇവിടെ വരയ്ക്കാം, ഈ പോയിന്റ് എടുക്കാം, ഇവിടെ വരയ്ക്കാം, ഈ പോയിന്റ് എടുക്കാം, ഇവിടെ വരയ്ക്കാം, ഈ പോയിന്റ് എടുക്കാം. എത്ര പോയിന്റ് സർക്കിളിനുണ്ടോ അത്രയും പോയിന്റ് എനിക്ക് എന്ത് ചെയ്യാം? ടാൻജൻസ് വരയ്ക്കാം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എത്ര ടാൻജൻറ്റ് ഒരു സർക്കിളിൽ ടോട്ടലായിട്ട് എനിക്ക് വരയ്ക്കാൻ പറ്റും? അപ്പോൾ എന്താ, ഒരു സർക്കിളിന് എത്ര പോയിന്റ്സ് ഉണ്ടോ, സർക്കിളിൻ്റെ പെരിമീറ്ററിൽ എത്ര പോയിന്റ്സ് ഉണ്ടോ അത്രയും ടാൻജൻസ് എനിക്ക് വരയ്ക്കാൻ പറ്റും അല്ലേ? അപ്പോൾ എത്ര പോയിന്റ് ഉണ്ട് സർക്കിളിന്? ഞാൻ ചോദിക്കട്ടെ, എത്ര പോയിന്റ് ഉണ്ട്? ഇവിടെ പോയിന്റ് ഉണ്ട്, ഇവിടെ പോയിന്റ് ഉണ്ട്, ഇവിടെ പോയിന്റ് ഉണ്ട്. നമ്മൾ ഏർലിയർ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ട് സർക്കിളിൽ. മനസ്സിലാക്കുക, സർക്കിളിന് എത്ര പോയിന്റ്സ് ഉണ്ട്? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ട്. എന്തുകൊണ്ട്? അതിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ ആ സർക്കിളിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടാൻജൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി ഒരു സർക്കിളുണ്ടെന്ന് വിചാരിക്കുക. ഈ സൈഡിൽ ഒരു പോയിന്റ് എടുക്കുന്നു, ഞാൻ ടാൻജൻറ്റ് വരയ്ക്കുന്നു. എനിക്ക് എന്ത് ചെയ്യാം? ഈ പോയിന്റിൻ്റെ ഇത് സെൻറ്ററാണല്ലോ, സെൻറ്റർ. ഓക്കെ, ഈ പോയിന്റിന് ഓപ്പോസിറ്റായിട്ട് എവിടെയെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവില്ലേ? ഏകദേശം ഇവിടെ അല്ലേ? അവിടെയും ഒരു ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റും.
അതേപോലെ തന്നെ ഇവിടെ ഒരു ടാൻജൻറ്റ് വരച്ചു. ഈ ഈ പോയിന്റിൽ ഞാനൊരു ടാൻജൻറ്റ് വരച്ചു. സോറി, ഇവിടെ ടച്ച് ചെയ്യണമെന്ന് വിചാരിക്കുക കേട്ടോ. ഇതിന് ഓപ്പോസിറ്റായിട്ട് എനിക്ക് എന്ത് ചെയ്യുക, ഏകദേശം ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു ടാൻജൻറ്റ് വരയ്ക്കുക. നിങ്ങൾ നോക്കിയേ, ഈ ലൈനും എന്താ റിലേഷൻ? ഏകദേശം പാരലായിട്ടല്ല ഇരിക്കണത്. ഏകദേശം അല്ല, റിയലി അത് പാരലായിരിക്കും. ഇതിന് എന്ത് മനസ്സിലായി? ഒരു സർക്കിളിൽ നമ്മൾ ടാൻജൻറ്റ് വരച്ചാൽ അതിന് പാരലായിട്ട് ഒരെണ്ണം കൂടെ എന്ത് ചെയ്യാൻ പറ്റും, വരയ്ക്കാൻ പറ്റും. അത് നിങ്ങൾ മനസ്സിലാക്കുക. സോ ദർ ഈസ് എ പാരലൽ ടാൻജൻസ് ഫോർ എ സർക്കിൾ. ഓക്കെ, ഇനി ഒരു സർക്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം, റേഡിയസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ടാൻജൻറ്റും ഈ പോയിന്റിൽ കൂടെ, ഈ റേഡിയസ് ടച്ച് ചെയ്ത പോയിന്റിൽ കൂടെ ഞാനൊരു ടാൻജൻറ്റ് വരയ്ക്കുകയാണ്. ഇതിൻ്റെ ടി എന്നാണ് ഞാൻ ഇതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. ഈ പോയിന്റിന് ഞാൻ പി എന്ന് വിളിച്ച്, ടച്ച് ചെയ്യുന്ന ആ പോയിന്റിന്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ റേഡിയസും ഈ ടാൻജൻറ്റും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. എന്താണെന്നറിയോ? കണ്ടാൽ തന്നെ മനസ്സിലാവണില്ലേ? എന്താ? ഇവിടെ ഒരു പെർപെൻഡിക്കുലറാണ്. ഈ സൈഡും ഈ സൈഡും എന്താ? പെർപെൻഡിക്കുലറാ അല്ലേ? അപ്പോൾ എന്താണ്? ഈ റേഡിയസും ഈ ടാൻജൻറ്റും എന്താണ്? പെർപെൻഡിക്കുലറാണ്. ദാറ്റ് മീൻസ് 90 ഡിഗ്രിയാണ്. ഇനി ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്നാണ് ഈ പോയിന്റ് ഞാൻ പറയുന്നത്. എന്താണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്? എന്താണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്? ആ റേഡിയസും ആ ടാൻജൻറ്റും ടച്ച് ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ ഞാൻ പറയും, ആ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഉണ്ടാക്കുന്ന ആംഗിള് പെർപെൻഡിക്കുലർ ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഇനി വേറെ സ്ഥലത്ത് നോക്കാം. ഇവിടെ ഒരു ഞാൻ റേഡിയസ് വരയ്ക്കുന്നു, ഇവിടെ ഒരു പോയിന്റ്, ഇതിലൂടെ ടാൻജൻറ്റ് വരയ്ക്കുന്നു. ഇതാണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഓക്കെ, ഇതെത്രയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അത് മനസ്സിലാക്കുക. റേഡിയസും ടാൻജൻറ്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും ഓൾവേസ്, എവിടെയായാലും. ഓക്കെ, ഇനി ഒരു കോൺസെപ്റ്റും കൂടി ഉള്ളൂ ഇതിൽ പഠിക്കാൻ. അടുത്ത കോൺസെപ്റ്റ് നോക്കിക്കോട്ടാ. ഒരു സർക്കിളുണ്ട്. എക്സ്റ്റേണലി ഈ സർക്കിളിൻ്റെ എക്സ്റ്റേണലായിട്ടൊരു പോയിന്റ് ഞാൻ എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു പോയിന്റ്, സർക്കിളിൻ്റെ പുറത്തൊരു പോയിന്റ് എടുക്കുകയാണ്. പി എന്ന് ഞാൻ വിളിക്കുന്നു ആ പോയിന്റിന്. ശ്രദ്ധിക്കുക, പിയിൽ നിന്ന് എനിക്ക് എത്ര ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റും നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ, ടച്ച് ചെയ്ത്, ഇത് കറക്റ്റായി. അടുത്തത് എനിക്ക് ഇങ്ങോട്ടേക്ക് വരയ്ക്കാം അല്ലേ? ഇങ്ങനെ വരയ്ക്കുക. ഇനി അടുത്ത് വളഞ്ഞൊക്കെ പോയി, അത് വിട്ടേക്ക്. ഇനി അടുത്തത് ഇങ്ങനെ വരച്ചാലോ ടാൻജൻ്റ് ആവുമോ? ഇല്ല. ഇങ്ങനെ വരച്ചാലോ ടാൻജൻ്റ് ആവില്ല. കാരണം എന്താ? രണ്ട് സ്ഥലത്ത് ടച്ച് ചെയ്തു. ഇങ്ങനെ വരച്ച് ടാൻജൻ്റ് ആവുമോ? ഇല്ല. ഇവിടെ ടച്ച് ചെയ്തു. മനസ്സിലാക്കുക, ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് ഒരു സർക്കിളിലേക്ക് 2 ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 2 ടാൻജൻറ്റ് കിട്ടി. ഇതിൻ്റെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്താണെന്ന് നേരത്തെ പറഞ്ഞു, എ എന്ന് വിളിച്ചു ഞാൻ. ഇതിൻ്റെ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിനെ ബി എന്ന് വിളിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓർത്തിരിക്കുക, ഈ റിലേഷൻ എന്തായിരിക്കും? ഈ ലൈനും സെയിം ലെങ്ത്തിലായിരിക്കും. ദാറ്റ് മീൻസ് പി ബി ഈക്വൽ ടു പി എ. ഓക്കെ, ഇത്ര ഉള്ളൂ ഈ ചാപ്റ്ററിൽ പഠിക്കുക. ഇത് വെച്ചിട്ടാണ് പല രീതിയിൽ തിരിച്ചും മറിച്ചും നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ച നോളജൊക്കെ വെച്ചിട്ടാണ് പല രീതിയിൽ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, ഇതാണ് എന്താണ് ആദ്യം നമ്മൾ പഠിച്ചു. സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് സർക്കിളിൻ്റെ സെൻറ്റർ ഇത് എന്തൊക്കെയാണ് അപ്പോൾ പഠിച്ചത്? ഇതൊരു സെൻറ്റർ ആണെങ്കിൽ ഞാൻ റേഡിയസ് എടുത്തു. റേഡിയസും ടാൻജൻറ്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? 90 ഡിഗ്രി. പിന്നെ ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് ഞാനൊരു സർക്കിളിലേക്ക് 2 ടാൻജൻറ്റ് വരച്ചാൽ ആ 2 ലെങ്ത്തും എന്തായിരിക്കും? ഈ 2 ലെങ്ത്തും സെയിം ആയിരിക്കും. ഈ 2 തിയറമാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് പല കാര്യങ്ങളും ഡിറൈവ് ചെയ്തെടുക്കണം അല്ലേ? ഇത് റേഡിയസാണ്, ഇതും റേഡിയസ് അല്ലേ? ഇതും 90 ഡിഗ്രി അല്ലേ? ഓക്കെ, ഇതും 90 ഡിഗ്രിയാണ്. പിന്നെ ഇതിൽ നമുക്ക് എന്തൊക്കെ ഡിറൈവ് ചെയ്തെടുക്കാം? ഈ കോൺസെപ്റ്റിൽ നിന്ന് തന്നെ. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു ലൈൻ കണക്ട് ചെയ്ത് വരയ്ക്കുകയാണ്. കണക്ട് ചെയ്ത് വരച്ചപ്പോൾ ഈ ട്രയാങ്കിളും കിട്ടി, ഈ ട്രയാങ്കിളും കിട്ടി. ഈ 2 ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? ദേ ആർ കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾ. കാരണം എന്താ? ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ
ഈ ലെങ്ത്തും സെയിം ആണ്, നമ്മൾ പഠിച്ചു. ഓക്കെ, ഇപ്പോൾ പഠിച്ചു. പിന്നെ ഈ സൈഡും ഈ ലെങ്ത്തും സെയിം ആണ്. കാരണം എന്താ? റേഡിയസ് ആണ്. പിന്നെ ഈ ലെങ്ത്തും സെയിം ആണ്. കാരണം എന്താ? അതൊരു കോമൺ സൈഡാണ് രണ്ടിൻ്റെ. സോ ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് മാത്രമല്ല, ഇത് രണ്ടും എന്താണ്? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. രണ്ടും റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് അല്ലേ? ഇതൊക്കെ ഇതിൽ നിന്ന് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കുള്ളൂ നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഇത് 90 ഡിഗ്രി ആണല്ലേ? ഈ ഷേപ്പ്, അതായത് BCAP, ഈ ഷേപ്പിന് നമ്മൾ എന്താ പറയുക? പോളിഗൺ എന്നാണ് പറയുന്നത്. ഈ പോളിഗൻ്റെ ടോട്ടൽ ആംഗിൾ എന്താണ്? 360 ഡിഗ്രിയാണ്. ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചതാണ്. അത് വെച്ചിട്ടൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, പിന്നെ ഇത് രണ്ടും 90 ആണ്. അപ്പോൾ ഈ ആംഗിളും ആഡ് ചെയ്ത് എത്ര ആയിരിക്കും? ഫോർ എക്സാമ്പിൾ ഇത് X ആണെന്ന് വിചാരിക്കുക, ഇത് Y ആണെന്ന് വിചാരിക്കുക. ഈ ആംഗിളും അപ്പോൾ X + Y എത്ര ആയിരിക്കും? 180 ആയിരിക്കും. കാരണം എന്താ? ഒരു പോളിഗണിൻ്റെ ടോട്ടൽ ആംഗിൾ 360 ആണ്. ഓക്കെ, 360 ആയിരിക്കും. 90 180 ഓൾറെഡി പോയി. ബാക്കി ഇത് രണ്ടും ആഡ് ചെയ്ത് എന്തായിരിക്കും? 360 ആയിരിക്കും. 180 ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് പല രീതിയിൽ ഒരാംഗിൾ തരും, ഈ ആംഗിൾ തരില്ല, ഈ സൈഡ് തരും, എന്നിട്ട് മറ്റേ സൈഡ് കണ്ടുപിടിക്കാൻ പറയും. ഇത് വെച്ചിട്ട് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും. സോ ഈ ചാപ്റ്ററിൽ ഇത്രേ ഉള്ളൂ. ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ചാനലിലിട്ടേക്കാം, അത് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ.